ഹായ് മക്കളെ, CUT എക്സാമിനേഷൻ എഴുതിയിട്ട് അഗ്രികൾച്ചർ കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഡിഗ്രി അഗ്രികൾച്ചർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നേരത്തെ അഗ്രികൾച്ചർ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ നടത്തിയിരുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ഐക്കർ ആയിരുന്നു, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആയിരുന്നു. അഗ്രികൾച്ചർ റിസർച്ച് അവരുടെ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഒഴിവാക്കുകയും ആ എക്സാമിനേഷൻ CUET എക്സാമിനേഷൻ്റെ സ്കോർ വെച്ചിട്ടാണ് അഗ്രികൾച്ചർ അഡ്മിഷൻ നടത്തുക എന്നുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഗ്രികൾച്ചർ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ നടത്തുക എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് CUET എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ CUET എക്സാമിനേഷൻ വഴി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ അടക്കം അഗ്രികൾച്ചർ റിസർച്ച് അടക്കമുള്ള പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് പ്രവേശനം നടത്തുന്നുണ്ട്. CUET വഴി നിങ്ങൾക്ക് എങ്ങനെ അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും, ഐക്കർ വഴിയും അല്ലാതെയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നായിട്ടുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. BHU എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ് BHUയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഹോണേഴ്സിന് കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് എന്നുള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് ഫസ്റ്റ് കോമ്പിനേഷനാണിത്. ഒന്നെങ്കിൽ ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നുള്ള കോമ്പിനേഷൻ എടുക്കാം, അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അതല്ലെങ്കിൽ അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി ഈ പറയുന്ന 3 കോമ്പിനേഷനിൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ എന്നുള്ള കോഴ്സിന് അഡ്മിഷൻ ലഭിക്കും എന്നതാണ്. മറ്റൊരു യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം BSc ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ തന്നെയാണുള്ളത്. അവിടെ ഇംഗ്ലീഷും ബയോളജിയും ജനറൽ ടെസ്റ്റും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനാണ്. ജനറൽ ടെസ്റ്റ് പറയുന്നുണ്ട്, സാധാരണ ചിലപ്പോൾ ഇംഗ്ലീഷ് പറയുന്നില്ല, ബയോളജി പറയുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഓപ്ഷൻ പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 4 ഇയർ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കോഴ്സാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ ഓർ ബയോളജി ഓർ മാത്സ് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ പറയുന്ന പോലെ 3 കോമ്പിനേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം. HNBGU ഹേമാവതി നന്ദാൻ ബഹുഗുണ ഗർവൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. HNBGUയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോഴ്സ് BSc ഓണേഴ്സ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ മാത്രമേ ഉള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്നുള്ള ഓപ്ഷനാണ് അവിടെ വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആൻഡ് അഫിലിയേറ്റഡ് കോളേജസ് വരുന്നുണ്ട്. അവിടെയും ഈ പറയുന്ന BSc അഗ്രികൾച്ചർ കോഴ്സ് തന്നെയാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഓർ അഗ്രികൾച്ചർ സയൻസ് എന്നുള്ള രീതിയിലുള്ള കോമ്പിനേഷനാണ് അവിടെ വരുന്നത്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഉണ്ട് വെസ്റ്റ് ബംഗാളിൽ. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി ഓർ അഗ്രികൾച്ചർ എന്നുള്ള കോമ്പിനേഷനിലാണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക. ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അവിടെ BTech അഗ്രികൾച്ചർ ആണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ടെക്നിക്കലി നിങ്ങൾക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള BTech കോഴ്സുകളും അല്ലെങ്കിൽ ഡയറി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഐക്കറിൽ അത്തരം കോഴ്സുകളൊക്കെ ഉണ്ട്. ജനറൽ ടെസ്റ്റും അഗ്രികൾച്ചറുമാണ് നിങ്ങൾ എഴുതേണ്ടത്. അമിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് നോയിഡയിൽ. അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ഹോണേഴ്സ് റിസർച്ച് പ്രോഗ്രാം കാണാൻ വേണ്ടി സാധിക്കും. ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ ബയോളജി ഓർ അഗ്രികൾച്ചർ എന്നുള്ള ഓപ്ഷനാണ് രണ്ടാമത് വരുന്നത്. ഇനി DAV യൂണിവേഴ്സിറ്റി ഉണ്ട് പഞ്ചാബിൽ. അവിടെ നിങ്ങൾക്ക് BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കാണാം. സെക്ഷൻ 2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ സെക്ഷൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള 2 കോമ്പിനേഷനിൽ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട് പഞ്ചാബിൽ, LPU. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ വരുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി. സെക്ഷൻ 2 അഗ്രികൾച്ചർ എന്നുള്ള കോമ്പിനേഷൻ ആണുള്ളത്. ഈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അതാണ് ഐക്കർ എന്ന് പറയുന്നത്. ഐക്കറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഐക്കർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ BSc കോഴ്സുകളുണ്ട്, BTech കോഴ്സുകളുണ്ട്, BFSc അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസസ് കോഴ്സുകളുണ്ട്. ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഐക്കർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമല്ല, ഐക്കറിൽ അണ്ടറിൽ വരുന്ന അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസുകൾ, കേരളത്തിലടക്കമുള്ള ക്യാമ്പസുകളിലെ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക്, ഓൾ ഇന്ത്യ സീറ്റിലേക്ക് ഐക്കർ എക്സാമിനേഷനാണ്. കേരളത്തിലെ അല്ലാതെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സീറ്റുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നീറ്റ് എക്സാമിനേഷനും കീമിനുള്ള അപ്ലിക്കേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ പ്രോസസ്സ് പരിഗണിക്കുക എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അഗ്രികൾച്ചർ ഓർ
ഇന്റർ അഗ്രികൾച്ചർ എന്നുള്ള കോഴ്സാണ് കോമ്പിനേഷനായിട്ട് സബ്ജക്ട് മാപ്പിങ്ങിൽ പറയുന്നത്. ഇനി ബറക്കത്തുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട് മധ്യപ്രദേശിൽ, അവിടെ BSc മൈക്രോബയോളജി ഉണ്ട്. ഇതിനും ഈ പറയുന്ന കോമ്പിനേഷൻ തന്നെയാണ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ ഐക്കർ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഐക്കറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഐക്കറൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐക്കറിന് മാത്രമായിട്ടുള്ള പ്രത്യേകമായിട്ട് അങ്ങനെ വലിയ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ് അഗ്രികൾച്ചർ റിസർച്ചുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ ടെക്നോളജിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ CUT എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ CUT എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ CUTയുടെ ക്രാഷ് ബാച്ച് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, CUT എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.